ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു രഞ്ജു അക്കാഡമി യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് ഒരു ബീഫ് സ്റ്റൂ ഉണ്ടാക്കി നോക്കിയാലോ. വളരെ ഈസിയും എന്നാൽ ടേസ്റ്റിയുമായിട്ടുള്ള ബീഫ് സ്റ്റൂവും പിന്നെ നല്ല അരികൊക്കെ മുരിഞ്ഞ് നല്ല പാലപ്പവും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 1 കിലോ ഇറച്ചി, അത് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി, പച്ചമുളക്, ഇഞ്ചി, വേപ്പില, ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് നമ്മൾ ഉപ്പിൽ വേവിക്കുക. അതേപോലെ തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ് ഇതൊക്കെ തൊണ്ട് കളഞ്ഞിട്ട് നന്നായിട്ട് കുക്കറിൽ വേവിച്ചിട്ടെടുക്കുക. അത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതും ഈ ബീഫ് വേവിച്ചതിനകത്തോട്ട് നമ്മൾ ഇടുക. സ്റ്റൂവിന് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടിയിട്ടുള്ളത് ഒരു മുഴുവൻ തേങ്ങയുടെ പാലാണ്. തേങ്ങ പൊട്ടിച്ച് കഴിഞ്ഞാൽ 2 ഭാഗം വേണം, അരമുറിയല്ല 1 മുറി, അതായത് ആ ഒരു തേങ്ങ മൊത്തം. നല്ല കുറുകിയ പാല്. ഞാനിവിടെ 2-ാം പാല് 1-ാം പാൽ അങ്ങനെ വേർതിരിവൊന്നുമില്ല, ഒറ്റൊരു പാലായിട്ട് എടുക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് ഈ ഒരു സ്റ്റൂവിന് ഒരു തിക്ക് കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു തിക്കായിട്ട് ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നില്ലെങ്കിൽ 2 ടീസ്പൂൺ കോൺഫ്ലവറോ അല്ലെങ്കിൽ മൈദയോ, ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അതും നമ്മൾ ഈ കുറച്ച് നമ്മുടെ തേങ്ങാപ്പാൽ കുറച്ച് നേരത്തെ ഒഴിക്കുന്നതിന് മുൻപായിട്ട് കുറച്ച് നമ്മൾ മാറ്റി വെച്ചേക്കണം. അതിലകത്തോട്ടിട്ട് നന്നായിട്ട് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് ചേർക്കാം. അത് ഉപ്പൊക്കെ നോക്കുക, നന്നായിട്ട് ഇളക്കി ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഇറച്ചി വേവിച്ച ഇതിലത് മാത്രമേ ഉപ്പുള്ളൂ, ബാക്കി നമുക്ക് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നോക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. നെയ്യൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്, കാരണം ബീഫിന് അത്യാവശ്യം നെയ്യുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിനകത്ത് ഇടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഒരു 2 നുള്ള് പഞ്ചസാര. അതൊരു ടേസ്റ്റ് മേക്കറാണ്, പിന്നെ അതുപോലെ തന്നെ ഒരു പ്രിസർവേറ്റീവും കൂടിയാണ്. ഇപ്പോൾ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് ചിലവർക്ക് പെട്ടെന്ന് പുളിച്ച് പോകുന്ന അങ്ങനെ കംപ്ലയിൻറ്റ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പുളിച്ച് പോകുന്നത് അങ്ങനെ ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് വെട്ടിത്തിളപ്പിക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് വെട്ടിത്തിളപ്പിക്കാമോ എന്ന് പലരും ചോദ്യം തോന്നാറുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റൂവിൽ നമുക്കത് കുഴപ്പമില്ല, അങ്ങനെ വെട്ടിത്തിളപ്പിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിതിനകത്തോട്ട് കുറച്ച് വറവ് ഇടണം. ഈ വറവിലേക്കായിട്ട് നമ്മൾ നെയ്യാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു 2-3 ടീസ്പൂണ് നെയ്യ് അതിനകത്തോട്ട് നമ്മൾ കിസ്മിസ്, അണ്ടിപ്പരിപ്പ് അത് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ മസാല ഇതായിട്ടുള്ള മുഴുവൻ മസാല, പട്ട, ഗ്രാമ്പൂ, തക്കോലം, ഏലക്ക എല്ലാം അധികമില്ല, 2 വെച്ചിട്ടൊക്കെ. പിന്നെ നമ്മൾ അതിനകത്തോട്ട് ഇടേണ്ടത് ഒരു സവോള അരിഞ്ഞതാണ്, അത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില. ഇത് നന്നായിട്ട് നെയ്യിൽ നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ഈ വറവ് നമുക്ക് നമ്മുടെ സ്റ്റൂവിലേക്ക് ഇടാവുന്നതാണ് നന്നായിട്ട്. പിന്നെ അതുപോലെ നേരത്തെ മുരിച്ച് വെച്ചിരിക്കുന്ന കിസ്മിസ്, അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് നമുക്ക് വാങ്ങി വയ്ക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ ബീഫ് സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല പാലപ്പം ഉണ്ടാക്കിയെടുക്കാം. പാലപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ഒരു ദിവസം ചെയ്യാം കേട്ടോ. അപ്പോൾ പാലപ്പം ഞാൻ അരിക്ക് മരിഞ്ഞ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും നമുക്ക് കേട്ടോ. നല്ല പതഞ്ഞ് പൊങ്ങിയ അപ്പം ഉണ്ടാക്കിയ മാവ് കൊണ്ടാണ് ബാറ്റർ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നാളെ നന്നായിട്ടൊന്ന് ചുറ്റിച്ചൊക്കെ കൊടുക്കാം. അങ്ങനെ നമുക്ക് വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള പാലപ്പവും റെഡി ആയിട്ടുണ്ട്. നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ പാലപ്പവും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബീഫ് സ്റ്റൂ. ക്രിസ്മസ്, ഈസ്റ്റർ, അതുപോലെ തന്നെ എന്ത് ആവശ്യമുണ്ടെങ്കിലും നമ്മൾ സ്റ്റൂ പറയുമ്പോൾ അപ്പം അല്ലെങ്കിൽ ബ്രെഡ്. അപ്പോൾ നമ്മൾ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ ഈസി ആയിട്ടും എന്നാൽ നമുക്ക് ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഷസിൽ ഒന്നാണിത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മെരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും നന്നായിരിക്കുക, സേഫായിരിക്കുക. താങ്ക് യു സോ മച്ച്.